നമ്മൾ ഇങ്ങോട്ട് വന്നതേ അവസ്ഥായി എന്നൊരു തോന്നല്. നമ്മളിവിടെ നിന്നാൽ ഇനിയും ശരിയാ. കോന്നുകുട്ടിയെ 3 മണിക്ക് ട്രെയിനില്ലേ, അതിൽ പോയാലേ? വന്ന് കയറിയല്ലേ ഉള്ളൂ, അതിനു മുമ്പ് പോകാൻ തുടങ്ങിയാലോ? അവിടെ ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട് മോനെ, അതാ. ഞങ്ങൾ ഇനിയും വരാമല്ലോ. എന്താ ഞാൻ കൊണ്ടുവിടാം സ്റ്റേഷനിൽ. ആ, നിങ്ങളുടെ മുത്തച്ഛന്റെയും ആൾക്കാരുടെയും ഇഷ്ടം നോക്കി ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇനി എന്റെ നേർക്ക് കൈ ഉയർത്തിയാലുണ്ടല്ലോ, ഉയർത്തിയാൽ തിരിച്ചടിച്ചെന്ന് വരും. അല്ല ഡോക്ടറെ, മുറിവ് പറ്റിയ ഞങ്ങൾക്കാണ്. ഞങ്ങളും 3 പേരും ദേ എഴുന്നേറ്റ് നിൽക്കുന്നു. ഉണ്ണിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താ ഓർമ്മ തെളിയാത്തത്? ഈ പുറമേ കാണുന്ന മുറിവുകളുണ്ടല്ലോ, അത് വലിയ കുഴപ്പമില്ല, കാണുന്നത്തോളം ഉണ്ടാവും. അതുപോട്ടെ, ഉണ്ണിക്കെങ്ങനെ മുമ്പ് നെഞ്ചുവേദനയോ തലറക്കമോ വല്ലതും ഉണ്ടാവാറുണ്ടോ? കുട്ടികളുടെ പ്രകൃതമാണ് ഉണ്ണിയുടെ. മനസ്സിന് എന്തെങ്കിലും നിസാരമായി ഒലച്ചിട്ട് തട്ടിയാൽ മതി, അപ്പൊ കിടപ്പാവും. ഉണ്ണി നെഞ്ചുവേദനയായി, പനിയായി, തലച്ചുറ്റിലായി. ഞാൻ അല്പം കഷായം കൊടുക്കും, അതങ്ങ് മാറുകയും ചെയ്യും. ഒരു 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 മനസ്സുറപ്പില്ലാഞ്ഞിട്ടാ. എന്താ ഡോക്ടർ? ഏതായാലും വിശദമായ പരിശോധന ആവശ്യമാണ്. ഡോക്ടർ, പ്രത്യേകിച്ച് എന്തെങ്കിലും? എക്സാമിനേഷൻ കഴിയട്ടെ, എന്നിട്ട് പറയാം. ദുരന്തങ്ങൾ വന്നു വീഴുന്നത് ഓർക്കാപ്പുറത്താണ്. അല്ലെങ്കിൽ ഉണ്ണിക്ക് ഇത്ര ചെറുപ്പത്തിലെ വിധി എന്ന് മാത്രമേ പറയാനാവൂ. ഡോക്ടർ, എന്താണ് ഡോക്ടർ? പറയാൻ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ പറഞ്ഞില്ലേ പറ്റൂ. ഉണ്ണിയുടെ ഹാർട്ടിന് സാരമായ കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന സ്റ്റേജിനും അപ്പുറത്താണ്. രോഗം എന്താണെന്നല്ലേ? എ വെരി സീരിയസ് കേസ് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസോർഡർ. വളരെ
വളരെ പഴകിപ്പോയി. ഇനി ഓപ്പറേഷൻ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഡോക്ടർ, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കാം. എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. പണം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എല്ലാം എത്ര എളുപ്പമായിരുന്നു. മരണം ഏത് നിമിഷം സംഭവിക്കാം. ഓരോ നിമിഷവും അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ഏതാനും മാസങ്ങൾ കൂടി ഉണ്ണി ജീവിച്ചെന്ന് വരും. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. എങ്കിലും ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സിന് ഒരു ഷോക്ക് നിൽക്കാതെ, ഒരു പ്രയാസം ഉണ്ടാകാതെ നോക്കണം. ഒരു ചെറിയ ഞടുക്കം മതി എല്ലാം അവസാനിക്കാൻ. ഉണ്ണിയുടെ അവസാന നിമിഷങ്ങൾ കഴിയുന്നത്ര സന്തോഷകരമാക്കണം. ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ കഴിയുന്നതും കൂട്ടാൻ നോക്കണം. അതേ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ അത്രയെങ്കിലും നമുക്ക് കഴിയണം. ഡോക്ടർ, ഉണ്ണിയുടെ ഭാര്യ കുറച്ചൊക്കെ എനിക്കും അറിയാം. പക്ഷേ നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടേ പറ്റൂ. അസുഖത്തിന്റെ വിവരം ഉണ്ണിയോട് നേരിട്ട് പറഞ്ഞാൽ ആ ഷോക്ക് മതി എല്ലാം അപകടത്തിലാവാൻ. പക്ഷേ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ ചികിത്സിക്കും? അറ്റ്ലീസ്റ്റ് മരുന്നുകളും ഇഞ്ചക്ഷനും കൂടിയല്ലേ തീരൂ. എന്നെ എന്തിനാ എവിടെ ഇങ്ങനെ പിടിച്ച് കിടത്തിയിരിക്കുന്നേ? എന്താ ഉണ്ണിക്ക് ബോറടിച്ചോ? പിന്നല്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് എത്ര ടെസ്റ്റുകളാണ് നടത്തിയത്. അത് ഒരു ആക്സിഡന്റ് കഴിഞ്ഞതല്ലേ. ഉള്ളില് വല്ല കേടും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. എന്നിട്ട് യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എനിക്ക് പോവാമല്ലോ. പിന്നെന്താ? അപ്പോഴേ ഉണ്ണിക്കിങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും രോഹിണി എന്താ വരാത്തത്? ഓ, അവള് വരില്ല ഡോക്ടർ. ഇതല്ല, ഇതിനപ്പുറമായാലും അവളെ പ്രതീക്ഷിക്കണ്ട. അതെന്താ ഉണ്ണി അങ്ങനെ? അതങ്ങനെ ആയിപ്പോയി. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് വിണങ്ങാത്ത കേസാ അത്. അത് പോരടൂ. താൻ വരച്ച വരയിൽ അവരെ നിർത്താൻ ഒരു വഴിയുണ്ട്. എങ്ങനെ ഡോക്ടർ? സേ, ഉണ്ണിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമുണ്ടെന്നും അങ്ങേയറ്റത്തെ സിങ്കിങ് സ്റ്റേജിലാണെന്നും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നും ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്നു. ചുമ്മാ പറയുന്നു എന്ന് വെക്കുക. ഇവരെല്ലാം കരച്ചിലൊതുക്കി വിങ്ങിപ്പൊട്ടുന്ന മുഖവുമായി അത് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പറയുന്നു, ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സിന് ഒരു വിഷമം ഉണ്ടാകരുത്. ഒരു ചെറിയ ഷോക്ക് ഏറ്റാ മതി, ആള് പോക്കാണെന്ന്. രോഗം അത്ര സീരിയസ് ആണല്ലോ. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ രോഹിണിയുടെ മനസ്സ് ചിലപ്പോ ഒന്നിളകാതിരിക്കുമോ? ഇത് ചിലപ്പോ ഏക്കും. താലി കെട്ടിയ പുരുഷൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഏത് പെണ്ണിന്റെ മനസ്സാ ഇളകാത്തത് അല്ലേ മുത്തച്ഛ? ഇതോടെ അവളുടെ സകല പടവും അടങ്ങും. ചേടാ, ഈ ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ലല്ലോ. എങ്കിൽ പിന്നെ ഇത്ര സമയം വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ഭയങ്കര സീരിയസ് ആണെന്ന് പറയാം അല്ലേ? എന്ത് അസുഖമാണെന്നാ പറയാ? അതാ ഞാൻ ആലോചിക്കുന്നത്. ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞാലോ? അത് വേണ്ട, ഒരുപാട് സിനിമയിൽ വന്നതാ. പിന്നെ എന്താ പറയാ? പെട്ടെന്ന് കള്ളി വെളിച്ചത്താകാത്തൊരു രോഗമായിരിക്കണ്ടേ? അല്ലെങ്കിൽ എന്റെ ഹാർട്ട് പോക്കാണെന്ന് പറഞ്ഞാലോ? അത് ഒരു നല്ല സജഷനാണ്. പക്ഷേ ഹാർട്ടിന് എന്താ അസുഖമാണെന്നാ പറയാ? അതോ, എ വെരി സീരിയസ് കേസ് ഓഫ്
cardiovascular disorder. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. A very serious case of cardiovascular disorder. എ വെരി സീരിയസ് കേസ് ഓഫ് കാർഡിയോവാസ്കുലാർ ഡിസോർഡർ. കൊള്ളാം. ഒരു സ്റ്റാറ്റസ് ഉള്ള രോഗം, പറയാനൊരു വെയിറ്റ് ഉണ്ട്. എന്റെ അമ്മോ, ഈ പേര് കേട്ടാൽ തന്നെ അവള് വരണ്ടു പോകും. ഇത് മതിയല്ലോ, അതോ ഇതിനേക്കാൾ വലുതല്ലേ വേണം? ഇത് ധാരാളമാണ്. അപ്പൊ ഡോക്ടർ ദിവസവും എന്നെ കാണാൻ വരണം. മരുന്ന് വല്ലതും കഴിക്കേണ്ടി വരില്ലേ? ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരാം. ആ, പിന്നെ ചില ഇഞ്ചക്ഷൻസ്. അയ്യോ, അത് വേണോ? വെറും ഗ്ലൂക്കോസ് അതുകൂടി ആയാലേ രോഹിണി വിശ്വസിക്കും. ഇതിലവള് വീഴും. ഞാൻ വേരല് ഞൊടിക്കുന്നിടത്ത് അവള് നിൽക്കും. നോക്കിക്കോ. ഈ മീശയും കൂടെ എടുത്താലോ? അതെന്തിന്? എങ്കിലും ഒരു സിമ്പതി കിട്ടും. എന്താ? എല്ലാവരും ഏറ്റല്ലോ. കിടക്ക് വെച്ച് കാലുവാരികളായിരുന്നു, ആകെ നാറും. അമ്മതേ ഇപ്പോഴേ തുടങ്ങിയില്ല അഭിനയം. രോഹിണിയുടെ മുന്നിൽ വെച്ച് മാത്രം മതി.